ഹായ്, ഞാൻ റുബീന, നാട് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഫ്രൂട്ട്സ് വിത്ത് ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്നുള്ള കേക്കാണ്. ഇതിൻ്റെ ബേസ് വരുന്നതും ഒരു ചോക്ലേറ്റ് സ്പഞ്ച് തന്നെയാണ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഫ്ലോർ ഒന്ന് അരിച്ച് വയ്ക്കണം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് സീവ് ചെയ്ത് വയ്ക്കാം. അടുത്തതായി നമുക്ക് ബട്ടറും ഷുഗറും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നാല് എഗ്ഗാണ് പൊട്ടിച്ച് വെച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഫ്ലഫാക്കി എടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലോറിലേക്ക് നമുക്ക് കൊക്കോ പൗഡറും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ എഗ് ബാറ്ററിലേക്ക് നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോറും കൂടെ കുറേശ്ശെയായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1/4 കപ്പ് പാലും കൂടെ അതും കുറേശ്ശെ ഇതിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഒരു പ്രാവശ്യം ഫ്ലോറിട്ട് പിന്നെ ഒരു പ്രാവശ്യം മിൽക്ക് ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ പാനിലാക്കിയിട്ടുണ്ട്. ഓവൻ പ്രീ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 155 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 35 to 40 മിനിറ്റ് വരെ ബേക്കിംഗ് ടൈം വരും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിതിൻ്റെ ഒരു ഫില്ലിങ്, ഒരു സ്പെഷ്യൽ ഫില്ലിങ് ഉണ്ടാക്കണം. ആദ്യം തന്നെ പാലാണ്, കൊക്കോ പൗഡർ, ഇതിലേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമും കൂടെ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇതിലേക്ക് പഞ്ചസാരയും കൂടെ. നമ്മൾ ഇതുവരെ ഇത് കുക്ക് ചെയ്യൽ തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് കുക്കിങ് തുടങ്ങുള്ളൂ. ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ്, നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റാണ്. നമ്മളിത് കുക്ക് ചെയ്യാൻ പോകണം. ഹായ് ഹായ്, ഇന്നെന്താണ്? ഇന്ന് ഫ്രൂട്ട്സ് വിത്ത് ഡെത്ത് ബൈ ചോക്ലേറ്റ്. ഞാനത് കണ്ടിരുന്നു. ഓക്കെ, ഡെത്ത് ബൈ ചോക്ലേറ്റ് ഫ്രൂട്ട്സ് ഞാൻ പ്രത്യേകിച്ചൊരു ഫ്രൂട്ട്സ് മെൻഷൻ ചെയ്തിട്ടില്ല. എനിക്ക് ബെറീസ് കിട്ടണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. കിട്ടിയെന്ന് തോന്നുന്നു. ബെറീസ്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ ചെറി ഉണ്ട്, ഫ്രഷ്, പിന്നെ അനാറും കൂടെ മിക്സ് ചെയ്ത്. അപ്പോൾ അത് ഓക്കെ ലെയർ ചെയ്തിട്ടാണോ അതോ ഫില്ലിങ്ങിൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഗനാഷാണോ? ഗനാഷ് ഇത് നമ്മൾ ക്രീമിലും കുറച്ച് കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് തന്നെയാണ് ഫില്ലിങ് ഇത് കുറച്ച് തിക്കായിട്ട് ആക്കിയിട്ട്. ഓക്കെ, ചെറുതായിട്ട് ക്രീമിലും കൊടുത്തിട്ട് നോക്കാം. 2 ചോക്ലേറ്റ്, അവിടെയും ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതന്നെ എക്സാക്ട്ലി അവിടെ സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്. അതെ, നമ്മുടെ ചോക്ലേറ്റ് അത്യാവശ്യം തിക്കായി വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കണേ. ഒരു 2 ടീസ്പൂണൊക്കെ മതി. നമുക്ക് ഈ പാനിൽ നിന്ന് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത്തിരി ഷുഗർ സിറപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് റെഡിയായിട്ട് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗനാഷ്, ചോക്ലേറ്റ് ഗനാഷിൽ നിന്ന് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ഷുഗർ സിറപ്പിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇവിടെ എന്തായി? ഇവിടെ കേക്ക് ഒന്നും കൂടെ ബേക്ക് ആവുന്നുണ്ട്. അപ്പോൾ 10 മിനിറ്റും കൂടെ വെച്ചിരിക്കാം. ബാക്കി ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാണ്. ക്രീമും ജസ്റ്റ് ബീറ്റ് ചെയ്യാം. 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കേക്ക് ഒന്ന് തണുക്കേണ്ടി വരില്ലേ? അതിനൊന്ന് വെയിറ്റ് അതിന് വീണ്ടും കുറച്ച് വെയിറ്റ് ചെയ്യാം. ഒരു കേക്ക് കഴിഞ്ഞോ? ഇല്ല, അത് ഞാൻ ഫസ്റ്റ് ലെയർ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതാ. ഉള്ളിലേക്ക് എനിക്ക് ഒന്നും കൂടെ ആവണം എന്ന് തോന്നി. അങ്ങനെയാണ് ആ ലെയർ മാറ്റിയിട്ട് വീണ്ടും വെച്ചു. അപ്പോൾ ഇതിന് എത്ര ലെയർ? 3 ലെയർ? 3 ലെയറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ലെയർ പോയി കിട്ടിയോ? അതോ ഇല്ല, അത് ഓക്കെയാണ്. അത് ഓക്കെയാണ്. ഓക്കെ 3 ലെയറിൽ തന്നെ സെറ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഇനി ബാക്കിയും കൂടി സെറ്റ് ആക്കിയിട്ട് ഫ്രൂട്ട്സ് നോക്കിയാലേ. പിന്നെ ഇതാണ് ചെറീസ് ഒക്കെ നല്ല ഫ്രഷ് കിട്ടിയിട്ടുണ്ട്. ദിസ് ഇസ് ഡെത്ത് ബൈ ചോക്ലേറ്റ്. നമുക്ക് പിന്നെ ഭരിക്കാം. നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്യാം. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗനാഷ മിക്സ് അത് കുറച്ച് നമ്മുടെ ക്രീമിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കിനി കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. ആദ്യം ലെയർ വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ഷുഗർ സിറപ്പ്, കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് മിക്സ് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് ലെയറിൽ നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഫൈനൽ ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ കേക്ക് ഫ്രൂട്ട്സ് വിത്ത് ഡെത്ത് ബൈ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ജഡ്ജസിന് സെർവ് ചെയ്യാം.